വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ. ടാറ്റാ. മതി അത്ര മതി. ബൈ ബൈ കേച്ചൂട്ടൻ. ബൈ ബൈ. ധ്രുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ നമ്മുടെ കേച്ചൂട്ടനെ. ഇതാണ് കേച്ചൂട്ടൻ. ഒറ്റ ചങ്ങാതിമാർ. ചോറ് വരെ ഒരുമിച്ച് കഴിക്കത്തുള്ളൂ. കാലിന് റെസ്റ്റ് കൊടുക്കാനാണ് നാട്ടിൽ വന്നതെങ്കിലും നമുക്ക് അങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഞാൻ വീണ്ടും ഒരു യാത്രയ്ക്ക് ഇറങ്ങുകയാണ്. നമ്മളുടെ ആനവണ്ടിയിൽ. യാത്ര നേരെ വയനാട്ടിലേക്കാണ്. വയനാട്ടിൽ നമ്മളെയും കാത്ത് ഒരു സുഹൃത്തിരിപ്പുണ്ട്. ഒന്നല്ല, ഒരുപാട് ആളുകൾ. നമ്മളുടെ മീനുക്കുട്ടിയോടൊത്തുള്ള യാത്രയിൽ വിസിറ്റ് വയനാട് എന്ന പേരിൽ നമ്മളൊരു ക്യാമ്പയിൻ കണ്ടക്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ തിരിച്ച് നാട്ടിലെത്തുമ്പോൾ നമ്മൾ ആദ്യം പോകേണ്ടതും വയനാട്ടിലേക്ക് തന്നെയല്ലേ. താമരശ്ശേരിയും കടന്ന് ബസ് പതുക്കെ ചുരം കയറാൻ തുടങ്ങി. പതിവ് പോലെ തന്നെ ചുരത്തിൽ നല്ല ബ്ലോക്കാണ്. എത്രയും വേഗം ആ ഒരു തുരങ്കപാത യാഥാർത്ഥ്യമായിരുന്നുവെങ്കിൽ ഈ ഒരു ബ്ലോക്കിന് ഒരു അറുതി വന്നേനെ. മലയരിഞ്ഞ് റോഡുണ്ടാക്കുന്നതിലും എത്രയോ ബെറ്ററാണ് തുരങ്കങ്ങൾ തന്നെ. നമ്മൾ ഹിമാലയൻ വഴിയിൽ പലയിടത്തും കണ്ടിട്ടുണ്ട് തുരങ്കങ്ങളിലൂടെയുള്ള റോഡുകൾ എത്രമാത്രം സേഫാണ് എന്നുള്ളത്. അങ്ങനെ നമ്മൾ കൽപ്പറ്റയിലെ പുതിയ സ്റ്റാൻഡിൽ ബസ് ഇറങ്ങി. സുന്ദരവും വൃത്തിയുള്ളതുമായിട്ടുള്ള ബസ് സ്റ്റാൻഡ്. സ്വകാര്യ സർക്കാർ പങ്കാളിത്തത്തോടെ നിർമ്മിച്ചതാണ് ഈ സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡിന് വെളിയിൽ എന്നെയും കാത്ത് നമ്മുടെ സുർജിത്തേട്ടൻ നിൽപ്പുണ്ടായിരുന്നു. വയനാടിൻ്റെ കാവൽക്കാരൻ, 24 ന്യൂസിൻ്റെ വയനാട്ടിലെ ചീഫ് റിപ്പോർട്ടർ. മീനുക്കുട്ടിയോടൊത്തുള്ള നമ്മളുടെ തവാങ് യാത്രയിൽ സുർജിത്തേട്ടനും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ചൂരൽമലയിലെ ആ ഒരു ഉരുൾപൊട്ടൽ ആദ്യം ജനങ്ങളിലേക്ക് എത്തിച്ചത് സുർജിത്തേട്ടനായിരുന്നു. ആ ദുരന്തത്തിൻ്റെ ആഘാതം മനസ്സിലുണ്ടാക്കിയ പ്രതിസന്ധിയെ മറികടക്കാനായിരുന്നു അന്നത്തെ ഞങ്ങളുടെ ഒരുമിച്ചുള്ള യാത്ര. സുർജിത്തേട്ടൻ എന്തുണ്ട്? ഞാൻ അന്ന് നമ്മൾ തവാങ് പോയപ്പോൾ നിങ്ങള് ബാക്കിൽ, ഞാൻ ഫ്രണ്ടിലായിരുന്നു. ഇപ്പൊ നിങ്ങളുടെ ബാക്കിൽ ഞാനായി. വയനാട് നമ്മുടെ ടെറിട്ടറി, വയനാട് നമ്മുടെ ഏരിയയാണ്. അതെ അതെ, വയനാട് നമ്മുടെ ഏരിയ. നമ്മുടെ ഏരിയ കയറുമ്പോൾ നമ്മളാണ് ഓടിക്കുക. അടിപൊളി. പിന്നെ അന്ന് നമ്മൾ ആ ഒരു തവാങ് യാത്ര നടത്തുമ്പോൾ നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അതായത് വിസിറ്റ് വയനാട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ പരിപാടി നടത്തിയത്. തീർച്ചയായും. അപ്പൊ ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വന്നതോടെ തന്നെ വീണ്ടും വയനാട്ടിലോട്ട് വരാൻ പറ്റിയത് ഒരു യാദൃശ്ചികം മാത്രം. തീർച്ചയായും. അത് നമ്മളന്ന് ശരിക്ക് ആ ഒരു പിന്നെ ടീഷർട്ടൊക്കെ ടൂറിസ്റ്റ് ടീമാണ് തന്നത്. അതെ, സുബൈർക്ക എന്ന് പറയും. പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ കാണാൻ പറ്റും നാളെ. സുബൈർക്കയുടെ ടൂറിസം വന്ന് ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും സാധ്യത ഉണ്ടോ, എന്തായാലും യാത്ര ചെയ്യാണല്ലോ. അപ്പൊ ഞാനും പറഞ്ഞവരോട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാം. ഇങ്ങനെ ശ്രുതിക്ക് അത്യാവശ്യം സബ്സ്ക്രിപ്ഷൻ ഉള്ള യൂട്യൂബ് ചാനലല്ലേ, എന്തായാലും അത് കാണും ആളുകൾ. അപ്പൊ നമ്മൾ വിസിറ്റ് വയനാട് എന്നുള്ളൊരു ഇതില് ഒന്നുമില്ല, ഒരു ഉപകാരം. നമ്മുടെ നാടല്ലേ, ഇപ്പൊ നമ്മുടെ നാടാണ്. ഇപ്പോഴും പൂർണ്ണമായിട്ടും വയനാട്ടിലോട്ട് ടൂറിസം ആയി തുടങ്ങിയിട്ടില്ലല്ലോ. ഫുൾ ഫ്ലെഡ്ജിലായിട്ടില്ല. സമയം എടുക്കുന്നേ, അതൊരു സമയം എടുക്കുന്ന പ്രോസസ്സാണ്. ആളുകൾ വയനാട് ആകെ ഒലിച്ചു പോയി എന്നാണ് ആളുകളുടെ ധാരണ. പക്ഷെ അത് തെറ്റല്ലേ. പുറത്തോട്ടുള്ള ആളുകൾക്കാണെങ്കിൽ അവർ ചോദിക്കുമ്പോൾ അവർ ആ വയനാട് മറ്റേ സൈഡ് വന്ന സ്ഥലമല്ലേ, പഴയ പോലെ ആയോ എന്നൊക്കെ ആളുകൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്. ശരിക്കും വയനാട്ടിലെ ടൂറിസം ഡെവലപ്പായി വരുന്നുള്ളൂ കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇനിയിപ്പോ സ്കൂളിൽ അടവും കാര്യങ്ങളൊക്കെ വരുമല്ലോ അല്ലേ? തീർച്ചയായും. അടവ് ഒരു ആളുകൾ തള്ളിക്കയറേണ്ട ഒരു സമയമാണ്. ഇപ്പൊ എന്താ വെച്ചാൽ ഓണായി വരുന്നുണ്ട്, പതുക്കെ വരുന്നുണ്ടല്ലോ. ഓണായി വരുന്നുണ്ട്. എന്നാലും ഞാനുണ്ടല്ലോ അന്ന് ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ യാത്രാ വീഡിയോകൾ മാത്രമാണ് കേട്ടതെങ്കിൽ ഞാൻ ഒരുപാട് ഇവിടുത്തെ അന്നത്തെ കഥകൾ, ഓരോരോ ആളുകളുടെ അനുഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെ പറ്റുവാണെങ്കിൽ നേരിട്ട് കാണണം എന്നൊക്കെയുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പറ്റിയാൽ എനിക്കൊന്ന് കാണണം. തീർച്ചയായും. ഇന്ന് നോക്കാം, നമുക്ക് ശ്രമിക്കാം. എന്തായാലും നാളെയൊക്കെ എൻഗേജ്ഡാണ്. പക്ഷേ എന്താ അവസ്ഥ അറിയില്ല, നമുക്ക് നോക്കാം. ഓക്കെ, ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് പോകണ്ട. അങ്ങനെയുള്ള ഓരോ ആൾക്കാരെ കണ്ടു തുടങ്ങുകയാണ്. അങ്ങനെ ആദ്യത്തെ വ്യക്തിനാണ് ഇന്ന് കാണാൻ പോകുന്നത് കേട്ടോ. മുണ്ടക്കൈ ദുരന്ത സമയത്ത് ഇവിടങ്ങളിൽ നിസ്വാർത്ഥമായിട്ടുള്ള സേവനം അനുഷ്ഠിച്ച വിവിധ NGOകളുണ്ട്. ഇത് നീതു, തൃശ്ശൂരിൽ ജനിച്ച് ഇപ്പോൾ വയനാട്ടുകാരിയായി മാറിയ ദ ലോസ്റ്റ് മോങ്ക്. ടോട്ടം എന്ന NGOയുടെ കീഴിൽ ഇവരിവിടെ നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ നീതുവിൻ്റെ കൂടെ പോയത് ദ ലോസ്റ്റ് മോങ്ക് എന്ന് പറയുന്ന ഒരു സുന്ദരമായിട്ടുള്ള ഹോസ്റ്റൽ കൂടി നീതു ഇവിടെ നടത്തുന്നുണ്ട്. കാപ്പിത്തോട്ടങ്ങൾക്ക് നടുവിലുള്ള കാമാൻ കോയറ്റായിട്ടുള്ള ഒരു ഏരിയ. ഇവിടുത്തെ വിശേഷങ്ങൾ വഴിയെ ഞാൻ കൂടുതൽ പറയാം. ഇവിടെ നിന്നും കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ പോയത് ഇവിടെ ഒരു അമ്പലത്തിൽ തിറ നടക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം കുറേ നാളായല്ല ഞാൻ ഈ ഒരു അമ്പലത്തിൻ്റെയും ഉത്സവങ്ങളുടെയും തിറയുടെ ഒക്കെ കാഴ്ചകൾ കണ്ടിട്ട്. അങ്ങനെ നേരെ ഉത്സവ പറമ്പിലേക്ക് എത്തി. ഇവിടെ എത്തുമ്പോഴത്തേക്ക് നല്ല ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം കേട്ടോ. പക്ഷേങ്കിൽ മറ്റൊരു കാര്യമുണ്ട്, തിറ എന്ന് പറയുന്ന ഇന്നില്ല, ഇന്ന് ക്ഷേത്ര ചടങ്ങുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ തിരിച്ച് ഞങ്ങളെല്ലാവരും കൂടി നേരെ ലോസ്റ്റ് മോങ്കിലേക്ക് വന്നു. അപ്പോഴേക്കും കുറച്ചധികം കൂട്ടുകാർ കൂടി അവിടെ എത്തി.
പാട്ടും കഥകളും ഒക്കെ ആയിട്ട് ആ സായാഹ്നം നമ്മൾ ഗംഭീരമാക്കി. പിറ്റേ ദിവസം അതിരാവിലെ തന്നെ ഈ ഒരു ഓട്ടമുണ്ടല്ലോ മറ്റൊരു ന്യൂസ് തേടിയാണ്. നിങ്ങൾക്കറിയില്ല, സുർജിത്തേട്ടൻ്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വാർത്തകൾക്ക് പുറകെ കൂടി നമുക്ക് സഞ്ചരിച്ചേ പറ്റൂ. അങ്ങനെ നേരെ എത്തിയത് ഇവിടുത്തെ വയനാട്ടിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ്. ഇവിടെ ഒരു കുട്ടിയുടെ ആത്മഹത്യാ ശ്രമം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വാർത്തകൾ, അതിന് പിന്നിൽ വേറെയും പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ വാർത്തകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും നമുക്ക് കേരളത്തിലെ ഒട്ടുമിക്ക ചാനലുകളെയും ഒരുമിച്ച് കാണാം. ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും ഒക്കെയുള്ള ആളുകൾ ഇവരൊക്കെയാണ് കേട്ടോ. ഇന്നത്തെ ദിവസം നമുക്ക് എന്തായാലും ഒരു ഭാഗ്യമുണ്ട്. ഈ ഒരു വാർത്താ ചാനലുകളുടെ വാർത്തകൾക്ക് പിന്നിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാം. ഇപ്പം ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട ലൈവ് കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെയാണ് കേട്ടോ ഒരു ലൈവ് ടെലികാസ്റ്റിംഗ് നടക്കുന്നത്. ഇവിടെ വയനാട്ടിൽ 24 ടീമിൽ 3 പേരാണുള്ളത്. സുർജിത്തേട്ടനും പ്രകാശേട്ടനും പിന്നെ ഇതാണ് മനുവാണ് ക്യാമറ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ നേരെ ഇവിടുത്തെ കലക്ട്രേറ്റിലേക്കാണ് എത്തിയത്. ഇവിടെ ചൂട് പിടിച്ചൊരു പ്രതിഷേധം നടക്കുകയാണ്. ആ ഒരു പ്രതിഷേധത്തിൻ്റെ വീഡിയോയും അതിൻ്റെ ലൈവ് അപ്ഡേറ്റ്സും നേരെ 24 ചാനലിലേക്ക് നൽകിയതിന് ശേഷം നമുക്കൊരു കോൾ വന്നു. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തി. ആ കുട്ടിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ടായിരുന്നു. അതിൻ്റെ വിവരങ്ങൾ അടങ്ങിയ ദൃശ്യങ്ങൾ നമ്മൾ പകർത്തിയതിന് ശേഷം പെട്ടെന്ന് മറ്റൊരു കോൾ എത്തി. കലക്ട്രേറ്റിന് മുന്നിൽ ടി സിദ്ദീഖ് MLA മറ്റൊരു പ്രതിഷേധ സമരം അരങ്ങേറുകയാണ്. അവിടേക്ക് നമ്മൾ കുതിച്ചു. ദുരന്തത്തിൻ്റെ പുനരധിവാസം വൈകുന്നു എന്ന് ആരോപിച്ചാണ് ഈ ഒരു പ്രതിഷേധം ഇവിടെ അരങ്ങേറുന്നത്. നമ്മളുടെ എല്ലാ മാധ്യമപ്രവർത്തക സുഹൃത്തുക്കളും എത്തി. അവിടെ നിന്ന് വീണ്ടും അടുത്ത ലൈവ് റിപ്പോർട്ടിങ്. നമ്മൾ പല ചാനലുകളിലെ വാർത്തകൾ കേൾക്കുമ്പോൾ ഇവർ തമ്മിലും എന്തോ മത്സരബുദ്ധി അല്ലെങ്കിൽ വൈരാഗ്യമുണ്ട് എന്നൊക്കെ തോന്നുമെങ്കിലും ഇവർക്കിടയിലുള്ള സൗഹൃദം വളരെ രസകരമാണ് കേട്ടോ. ഇതുപോലുള്ള വാർത്തകളുടെ ഇടവേളകളിൽ അവർ സൗഹൃദം പങ്കിടുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വിശേഷങ്ങൾ പറയുകയും ഒക്കെ ചെയ്യും. അതിനിടയിൽ ന്യൂസ് റിപ്പോർട്ടിങ്ങും തകൃതിയായി നടക്കുകയും ചെയ്യും കേട്ടോ. ഈ സമരം 2 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും അടുത്ത 2 ദിവസം ഇവിടെ തന്നെ ഉണ്ടാകണം. നാളെ രാവിലെ കലക്ട്രേറ്റ് വളയിലാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു സമരമുറ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കാര്യം സംഘർഷത്തിലേക്കും മറ്റും പോകാനുള്ള സാധ്യതകളുണ്ട്. പോലീസിൻ്റെ ലാത്തിചാർജ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവാനുള്ള സാഹചര്യമുണ്ട് കേട്ടോ. ടി വിയിൽ കാണുമ്പോൾ നമ്മൾ ആ മൈക്കുകൾ മാത്രമാണ് കാണുന്നതെങ്കിൽ മൈക്ക് പിടിക്കുന്ന കൈകൾ കൂടി ഞാനിതാ നിങ്ങളെ കാണിക്കുന്നു. ക്യാമറയ്ക്ക് പിന്നിലുള്ള ആളുകളെ കൂടി കാണിക്കുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ നേരെ ഓഫീസിലേക്കാണ് പോയത്. രാത്രി മറ്റു വാർത്തകളൊന്നും കയറി വരാത്തതുകൊണ്ട് നമുക്ക് ക്യാമറയുമായി ഓടേണ്ടി വന്നില്ല. നിങ്ങൾക്കറിയാലോ, ഇവർക്ക് 24/7 ഡ്യൂട്ടിയാണ് കേട്ടോ. പിറ്റേ ദിവസം അതിരാവിലെ തന്നെ ഇതാ നമ്മൾ കലക്ട്രേറ്റിന് മുന്നിലേക്ക് എത്തി. ഇന്നത്തെ ദിവസം ഇന്നലത്തെ പോലെ അത്ര ശാന്തമല്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് പോലീസിൻ്റെ ഇടിവണ്ടികളൊക്കെ അവിടെ വന്ന് നിരന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ യാത്രകൾക്കിടയിൽ കേരളത്തിലെ ഒരു പ്രതിഷേധ സമരം എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടില്ല. നമുക്ക് എന്തായാലും ഇന്നത്തെ ദിവസം ആ ഒരു പ്രതിഷേധം കാണാം. ശരിക്കും അത് നല്ല രീതിയിൽ തന്നെ കടുത്തു കേട്ടോ. കലക്ട്രേറ്റിലേക്ക് ആരെയും കയറാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഈ ഒരു പ്രതിഷേധക്കാരുടെ നിലപാട്. പക്ഷേങ്കിൽ അവരെയും വെട്ടിച്ച് ഒരാൾ അകത്തേക്ക് കയറി എന്ന് ആരോപിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന പാർട്ടി പ്രവർത്തകരൊക്കെ ഉള്ളിലേക്ക് കയറാൻ ശ്രമിക്കുകയും അതിനെ പോലീസുകാർ തടയുകയും അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമറാമാനും റിപ്പോർട്ടറും ഒക്കെ പുറകെ പോകുന്നതുമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ശരിക്കും സിനിമയിലൊക്കെയാണ് ഞാൻ അല്ലെങ്കിൽ ടി വിയിലൊക്കെയാണ് ഞാൻ ഇതുപോലുള്ള സംഭവങ്ങൾ കണ്ടിട്ടുള്ളത്. പക്ഷേങ്കിൽ എനിക്ക് ആ ഒരു ഗ്രൗണ്ടിൽ ഇറങ്ങി നേരിട്ട് ആ ഒരു കാഴ്ചകളൊക്കെ കാണാൻ ഇന്നത്തെ ദിവസം സാധിച്ചു കേട്ടോ. അതിനിടയിൽ ലേഡീസ് ആയിട്ടുള്ള റിപ്പോർട്ടർമാരും ഒക്കെ ഉണ്ട്. അവരാരും തെല്ലു ഭയമില്ലാതെ മുമ്പോട്ടേക്ക് തന്നെ പോകുന്നുണ്ട്. അതൊക്കെ മാക്സിമം കവർ ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഒരു യുദ്ധഭൂമിയിലൂടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫീലാണ് കേട്ടോ ഇവിടെയുള്ളത്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് സംഭവം കൂടുതൽ സംഘർഷഭരിതമായി. അവിടെ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് കലക്ട്രേറ്റിന് ഉള്ളിലേക്ക് കയറി അവിടെ ഉപരോധിക്കുകയും ഒക്കെ ചെയ്തു. ടി സിദ്ദീഖ് MLA വന്ന് ഈ ഒരു പ്രശ്നത്തെ നാട്ടുകാരുടെ മുമ്പിൽ അല്ലെങ്കിൽ വീഡിയോയ്ക്ക് മുമ്പിൽ അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിലേക്ക് അഡ്രസ്സ് ചെയ്യുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അതെല്ലാം കവർ ചെയ്യുന്നത് ഇവരെ പോലുള്ള ക്യാമറാമാർ വളരെയധികം കഷ്ടപ്പെട്ടാണ് കേട്ടോ. സുർജിത്തേട്ടനൊക്കെ ഇന്നത്തെ ദിവസം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനിടയ്ക്ക് LDFൻ്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു സമരവും അവിടേക്ക് വന്നു. അവസാനം അവിടെ ഉണ്ടായിരുന്ന സമരക്കാരെയൊക്കെ ആ ഒരു ഇടിവണ്ടിയിൽ കയറ്റി അറസ്റ്റ് ചെയ്ത് മാറ്റി. അതിനുശേഷം ഉണ്ടല്ലോ നമ്മൾ നേരെ വന്നത് നമ്മളുടെ വയനാട് പ്രസ് ക്ലബിലേക്കാണ് കേട്ടോ. ഇതാണ് കേട്ടോ വയനാട്ടിലെ പത്രപ്രവർത്തകരുടെയൊക്കെ ഒരു കേന്ദ്രം, പ്രസ് ക്ലബ്ബ്. ഇവിടെയാണ് നമുക്ക് പൊതുജനങ്ങളായിട്ടുള്ള ആളുകൾക്കും പ്രസ് മീറ്റിങ്ങുകൾ വിളിക്കാം. ആ ഒരു സമയത്ത് പത്രപ്രവർത്തകരൊക്കെ ഇവിടെ വരികയും ആ ഒരു മീറ്റിങ്ങിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ വാർത്തയായിട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യും. ഇന്നത്തെ ദിവസം ഇവിടെ ഉണ്ടല്ലോ മറ്റൊരു കാര്യം നടക്കുകയാണ്. അതായത് പ്രസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ഹെൽത്ത് ക്യാമ്പ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണ് കേട്ടോ ഇതിൻ്റെ ഉദ്ഘാടകൻ, മുഖ്യ അതിഥി എന്ന് പറയുന്നത്. ഞാൻ പെട്ടെന്ന് അവിടെ എത്തിയപ്പോൾ അവിടെ നിന്ന്
പെട്ടെന്ന് അറിയിച്ച കാര്യമാണ്. എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ജോമോൻ ചേട്ടൻ പുള്ളിക്കാരനൊപ്പിച്ച പണിയാണ് കേട്ടോ. എന്തായാലും അപ്രതീക്ഷിതമായി കിട്ടിയ ആ ഒരു ഉദ്ഘാടനം നമുക്ക് കളറാക്കാം. എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. ഒരു ദീർഘമായ പ്രസംഗത്തിലോ അപ്രതീക്ഷിതമായിട്ടാണ് ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഒരു ഉദ്ഘാടനം ഉണ്ട് എന്ന് പറഞ്ഞത്. ഞാൻ എൻ്റെ ലൈഫിലെ ആദ്യത്തെ ഉദ്ഘാടനമാണ് ഈ ചെയ്യുന്നത്. അതും ഞാൻ യാത്രകൾക്കിടയിൽ ഒന്ന് റിലാക്സ് ആയിരുന്നു. ഇപ്പം എൻ്റെ യാത്രകൾ 8-9 മാസങ്ങളോളം നീണ്ടുനിൽക്കുന്നതാണ്. അതിനുശേഷം ഞാൻ തിരിച്ചു വന്നാൽ ആദ്യം ഓടി വരുന്നത് ഇങ്ങോട്ടേക്കാണ്, വയനാട്ടിലേക്കാണ്. ഞാനിവിടെ പ്രസ് ക്ലബിൽ പല തവണയായിട്ട് ഞാൻ വരലുണ്ട്. ഇവിടുത്തെ പലരും എൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പം എന്തായാലും നിങ്ങളുടെ ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയതും അങ്ങനെ ഒരു ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയതും എന്നെ വളരെ വലിയ ഭാഗ്യമായി കരുതുന്നു. എന്താണ് വേണ്ടതെന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര അസൂയ തോന്നാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ യാത്ര ചെയ്യാൻ ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് നല്ല ഹെൽത്താണ് എന്നാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്. സോ നമ്മൾ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക, അതിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ അങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രസ് ക്ലബിന്റെ ഇതിന്റെ ഭാരവാഹികളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. എന്തായാലും ഇങ്ങനെ ഒരു ചടങ്ങ് ഞാനിവിടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, സ്നേഹം മാത്രം. അപ്രതീക്ഷിതമായി കിട്ടിയ ആ ഒരു ചടങ്ങ് അങ്ങനെ അവസാനിച്ചു. അതിനുശേഷം നമ്മൾ പോയത് നമ്മളുടെ മിന്നുമണിയുടെ നാട്ടിലേക്കാണ്. അറിയില്ലേ, നമ്മളുടെ വയനാട്ടുകാരിയായിട്ടുള്ള ക്രിക്കറ്റുകാരി മിന്നുമണി കളിച്ച് വളർന്ന ആ ഒരു നാടാണിത്. മിന്നു ശരിക്കും ക്രിക്കറ്റ് പഠിച്ചത് ഇവിടെയുള്ള പാടങ്ങളിൽ കളിച്ചാണ് കേട്ടോ. അതും ഇവിടെ ഉണ്ടായിരുന്ന ആൺകുട്ടികളായിട്ടുള്ള ആളുകളുടെ ഇടയിൽ നിന്നും അവരോടൊപ്പം കളിച്ചാണ് മിന്നുമണി വളർന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോറി നമ്മുടെ 24 ന്യൂസ് ചാനൽ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ വന്നത്. ആ മിന്നുമണി കളിച്ച് നടന്ന ആ ഗ്രൗണ്ടും അവിടുത്തെ പിച്ചും ഒക്കെ നമ്മൾ കവർ ചെയ്തു. നമുക്കും അത് കാണാനും അത് കവർ ചെയ്യാനൊക്കെ ഉള്ള ഭാഗ്യമുണ്ടായി. അതിനുശേഷം നമ്മൾ നേരെ നമ്മളുടെ ലോസ്റ്റ് മൂങ്കിലേക്ക് നീതുവിൻ്റെ ഹോസ്റ്റലിലേക്കാണ് വന്നത്. ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ നമുക്ക് മറ്റൊരു യാത്രാ പ്ലാൻ ഉണ്ട്. വയനാട് വന്നതിന് ശേഷം ഒരു ക്യാമ്പിങ് ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളുടെ കൂട്ടുകാരൊക്കെ വന്നെത്തി. ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ നമ്മളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കുറുമ്പാലക്കോട്ട എന്ന് പറയുന്ന വയനാടിൻ്റെ തന്നെ നല്ല രീതിയിലുള്ള സൂര്യോദയം കാണാൻ പറ്റുന്ന ഒരു പ്രദേശമാണ്. ഭക്ഷണമൊക്കെ നമ്മൾ വരുന്ന വഴിയെ തന്നെ കഴിച്ചു. ഇങ്ങോട്ടേക്കുള്ള വഴി അത്യാവശ്യം നല്ല രീതിയിൽ മോശമാണ്. ഞങ്ങൾ താഴെ ഒരിടത്ത് ബൈക്ക് വെച്ചതിന് ശേഷം പിന്നീട് ക്ലൈംബിങ് ആരംഭിച്ചു. കുറച്ചധികം നേരത്തെ നടത്തത്തിനൊടുവിൽ ഇവനെ നമുക്ക് കൂട്ടിന് കിട്ടി. നമ്മളങ്ങനെ കുറുമ്പാലക്കോട്ടയുടെ മുകളിലേക്ക് എത്തി. അവിടെ എത്തിയതിന് ശേഷം നമ്മൾ ടെൻ്റൊക്കെ പിച്ച് ചെയ്തു. ആ ഒരു തണുപ്പത്ത് ആകാശവും നക്ഷത്രങ്ങളും ഒക്കെ കണ്ട് വയനാടിൻ്റെ രാത്രി കാഴ്ചയും കണ്ട് അങ്ങനെ ഇരിക്കാൻ വേണ്ടി ഭയങ്കര രസമാണ്. ഒരുപാട് കഥകളും ഒക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ രാത്രി ഏറെ വൈകിയാണ് കിടന്നുറങ്ങിയത്. പിറ്റേ ദിവസം അതിരാവിലെ ആയപ്പോഴത്തേക്കും അതിന് തൊട്ടടുത്തുള്ള ചായക്കടകളൊക്കെ ഓപ്പണായി ആളുകളൊക്കെ വന്നു തുടങ്ങി. പതുക്കെ പ്രകൃതിയുടെ ആകാശത്തിൻ്റെ കളറൊക്കെ മാറി തുടങ്ങി. സുന്ദരമായൊരു പ്രഭാതം നമുക്ക് മുമ്പിൽ ഉദിക്കാൻ പോവുകയാണ്, തുടങ്ങാൻ പോവുകയാണ്. सारी मासूम सी खुशियाँ. അങ്ങനെ ആ ഒരു സൂര്യോദയമൊക്കെ കണ്ട് പിന്നീട് നമ്മൾ ടെൻറ്റ് പാക്ക് ചെയ്ത് താഴോട്ടൊക്കെ ഇറങ്ങി. നേരെ പോയത് ടോട്ടം എന്ന ഇവരുടെ ആ ഒരു NGOയുടെ ഓഫീസിലേക്കാണ്. അനുവും ആര്യയും ആർദ്രയും മഞ്ജുവും ഫസ്ലുവും ഒക്കെ അടങ്ങിയതാണ് കേട്ടോ ഇവരുടെ ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ലോസ്റ്റ് മൂങ്ക് ഹോസ്റ്റലിലേക്ക് വീണ്ടും രാവിലെ നമ്മൾ തിരിച്ചെത്തി. ഇവിടുത്തെ ഏറ്റവും വലിയ ഭംഗിയുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചുവരിൽ വരച്ചേക്കുന്ന ഇൻടു ദ വൈൽഡ് എന്ന മൂവിയുടെ ആ ഒരു പോസ്റ്റർ നിങ്ങൾ കണ്ടിട്ടില്ല, ആ ഒരു പോസ്റ്ററിൻ്റെ പിക്കാണ് കേട്ടോ. അതുകൂടാതെ കാപ്പിത്തോട്ടത്തിന് നടുവിലുള്ള ഈ ഒരു ചുറ്റുപരിസരമൊക്കെ വല്ലാത്തൊരു ഫീല് നമുക്ക് തരും കേട്ടോ. രാവിലെ ഉണരുന്ന സമയത്ത് കിളികളുടെ നാദമാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. ഇവർക്ക് ഇവിടെ ഇതിനോട് ചേർന്ന് തന്നെ കുറച്ചധികം ഹട്ടുകളുണ്ട്. നല്ല പ്രകൃതി സുന്ദരമായുള്ള സ്ഥലത്ത് പ്രകൃതിയോട് ചേർന്ന് ഈ ഒരു കാപ്പിത്തോട്ടത്തിന് നടുക്ക് കഴിയാനൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് ഇവിടേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയൊക്കെ താമസിക്കാം. ഞാൻ ഇവിടുത്തെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ വരാം. അതുകൂടാതെ ലില്ലീസ് എന്ന് പറയുന്ന മറ്റൊരു പ്രോപ്പർട്ടി കൂടി നീതുവിനുണ്ട്. അവിടെ ആനകളൊക്കെ വരുന്ന ഒരു ഇടമാണ് കേട്ടോ. സുന്ദരമാണ്, അതിഗംഭീരമാണ്. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ അതിരാവിലെ തന്നെ നമ്മൾ പുൽപ്പള്ളി ഭാഗത്തോട്ടാണ് ഇറങ്ങിയത്. ഇതുണ്ട് നിങ്ങൾ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആനയില്ല, ആന വരുന്നതിന് ആനേനെ ചെറുക്കാൻ വേണ്ടിയിട്ട് ആനമതിൽ, ഇതിനിപ്പോൾ എന്താ പ്രകാശ് ചേട്ടാ പറയുക, ഇതിൻ്റെ പേരെന്താ?
ഓ ഫെൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ട് ആനേനെ തിരുത്തുന്ന ആ ഒരു ഇതേ അത് നമുക്ക് പോയി കാണാം. എന്തായാലും അതിൻ്റെ എന്തെല്ലോ സാധനങ്ങൾ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ എലി ഫെൻസ് സ്മാർട്ട് ഫെൻസ് ഫീൽഡ് നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെൻറ്റർ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ സൗണ്ട് വരുന്നുണ്ട്. അതെങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് സിസ്റ്റം എന്നുള്ളത് ഞാൻ ആദ്യം പോയി ഇന്ന് കാണട്ടെ. ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ആന അല്ലാണ്ട് മനുഷ്യന്മാർ വന്നിട്ടുണ്ടല്ലോ, ഇത് കറിയോ? മനുഷ്യന്മാരും ഒന്നും അങ്ങനെ കരയണ കണ്ടിട്ടില്ല. ഇപ്പൊ ആന നമ്മുടെ ഇത് കണ്ടിട്ടുണ്ട്, സാധനം കരഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. ദൈവം, ഇനി ചിലപ്പോൾ ആന വല്ല അടുത്തുണ്ടാവും കേട്ടോ. അതായത് സെൻസേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആന വരുന്ന സമയത്ത് ഇത് നല്ല വലിയ സൗണ്ട് ഉണ്ടാക്കും. ശരിക്കും ആന തിരിച്ചു പോകുന്ന സൗണ്ട് കേട്ടിട്ടാണ് അതോ ഷോക്ക് അടിക്കുമോ? ഷോക്കൊന്നുമില്ല, ആനത് ഈ ശബ്ദത്തിന്റെ തിരിച്ചു പോകും. അങ്ങനെയാണ്, നിങ്ങൾ എടുക്കില്ല, അങ്ങോട്ട് വരില്ല. ഇത് വിജയിച്ച സാധനമാണ്. ആണല്ലേ? നാട്ടിൽ വിജയിച്ച ഏക സാധനം ഇതാണ്. ബാക്കി എന്തുണ്ടെങ്കിലും ആന തകർക്കും. കാരണം ഈ ഹാങ്ങിങ് ഫെൻസിങ് ആണെങ്കിൽ അത് നേരെ വന്നിട്ട് മരം കടപുഴക്കി ഒറ്റ വിടൽ വിടും. അത് ഹാങ്ങിങ് ഫെൻസിങ് പൊട്ടി വീഴും, അതിൽ കൂടെ കിടക്കും. മറ്റേ ഇലക്ട്രിക് ഫെൻസിങ് ആണെങ്കിൽ ഇതുപോലെ മരം കടപുഴക്കി വിടും. ഇത് തകർക്കും. ഈ മതിലൊക്കെ ഇല്ലേ, കാരണം മതില് അതൊക്കെ തകർക്കും കാട്ടാന, എന്നിട്ട് കയറി വരും. അപ്പോൾ പക്ഷെ വിജയിച്ച സാധനം ഇതാണ്. ഇത് ഹിറ്റാണ്, കാരണം ഇത് ഇത്ര പോയിന്റിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് വ്യാപിപ്പിക്കുന്നുണ്ട് ഈ പദ്ധതി. കോസ്റ്റ്ലിയാണ്, ഭയങ്കര കോസ്റ്റ്ലിയാണ് അല്ലേ? ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത സാധനമാണ്. ഇത് പരീക്ഷണാടിസ്ഥാനത്തിലാണ്. ഇത് ശരിക്കും ആരാ ഈ സാധനം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്? കേരള വനം വകുപ്പ് വേറെ ഏജൻസി വഴിയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ വനം വകുപ്പാണ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. സൗത്ത് വയനാട് ഡിവിഷന്റെ ഭാഗമാണ് ഈ സ്ഥലം. ഇരുളെന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഇവിടെ എസ്റ്റേറ്റും അതിന്റെ അതിർത്തിയിൽ സ്ഥിര ആനയാണ്. സ്ഥിര ആന വരുന്ന സ്ഥലം. ഈ വീട്ടുകാർക്കൊക്കെ എപ്പോഴും ശല്യം അവർ പറയാറുണ്ടായിരുന്നത്. പക്ഷെ പദ്ധതി ഹിറ്റായി. കാരണം ഇതിനടുത്ത് ആന ഓടുന്ന വീഡിയോ ഒക്കെ ഉണ്ട്. ആന വന്നിട്ട് പെടഞ്ഞോടുന്ന വീഡിയോ ഉണ്ട്. ഇവിടെ ഈ തൂങ്ങിക്കിടക്കുന്ന കമ്പികൾ കണ്ടോ? ഇതും ഇലക്ട്രിക് ഫെൻസിങ് ആയിരുന്നു. ഇതും പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണ്. പക്ഷേങ്കിൽ ഈ സാധനം വിജയിച്ചില്ല കേട്ടോ. എന്തായാലും അവസാനം അങ്ങനെ ഒരു വിജയം കണ്ടെത്തി ഇവർ. ഇപ്പോൾ ഉണ്ടല്ലോ, അത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ജസ്റ്റ് ഇത് ഓണാക്കിയതാണ്. ഇത് കണ്ടോ, മൃഗങ്ങൾ വരുമ്പം സെൻസ് ചെയ്തിട്ട് ഈ ഒരു സൗണ്ട് ഉണ്ടാക്കും. ഈ ഒരു സൗണ്ട് മൃഗങ്ങൾക്ക് ഇറിറ്റേറ്റിംഗ് ആയതാണ്. അപ്പോൾ അതുങ്ങൾ ഇവിടെ നിന്ന് ഓടിപ്പോകും. എന്തായാലും ഈ ഒരു പദ്ധതി ഗംഭീരമായി കേട്ടോ. നമ്മളിപ്പോൾ കയറി വരുമ്പോൾ കണ്ട ആ ഒരു ആ വീട്ടിലെ ചേച്ചിയാണ്. ചേച്ചി, ഇവിടെ ഇപ്പോൾ ഇത് വന്നതിന് ശേഷം എങ്ങനെയുണ്ട് മാറ്റങ്ങൾ? നല്ല മാറ്റങ്ങളാണ്. തീരെ അങ്ങനെ ആന വരതില്ല. പിന്നെ ആന വന്നാൽ തന്നെ ഈ സൗണ്ട് ഇങ്ങനെ അടിയും, അലാറോ. ഇതല്ലാണ്ട് വേറെ വലിയ നല്ല സൗണ്ട് കൂടി ഉണ്ടല്ലേ? ആംബുലൻസ് വരുന്ന ആ സൗണ്ട് ഒക്കെയാണ്. അങ്ങനത്തെ ഒരു സൗണ്ട് വേണേ മാറ്റിയൊക്കെ ചെയ്യാം. പക്ഷെ ആ സൗണ്ടിലാണ് വേഗം അറിയുന്നത്. അങ്ങനെ ഇതിനു മുമ്പേ ഇവിടെ 3 തരത്തിലുള്ള മതിലുകൾ വന്നില്ലായിരുന്നോ? നിങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഈ ഒരു ഭാഗത്ത് ചുറ്റുവട്ടത്ത് എന്തെങ്കിലും ആളുകൾ ഉണ്ടെങ്കിലും അത് ഇടിച്ചിട്ടൊക്കെ ആന വരും. ഈ ഒരു കറണ്ടിന്റെ ലൈൻ സ്ഥാപിച്ചാലും സെയിം അങ്ങനെ തന്നെയായിരുന്നു അവസ്ഥ. ആന വരലുണ്ട്. ആന ആ കൊമ്പ് തട്ടി മാറ്റി. അതിനറിയാലോ, ബുദ്ധിയുള്ള. ഇതിന്റെ അടുത്ത് വന്നതിന്റെ ശേഷം ഒരു പ്രാവശ്യത്തേ വന്നുള്ളൂ. അതിന്റെ ശേഷം അങ്ങോട്ട് കടന്നുപോയി. ആ സൗണ്ടൊക്കെ കേട്ട് പേടിച്ച് അങ്ങോട്ട് ഓടി. ഓക്കെ, എന്തായാലും സക്സസ്ഫുൾ ആണ് കേട്ടോ. അത് ഇവിടെ ഉള്ള ആൾക്കാർ തന്നെ പറയുന്നുണ്ട് സക്സസ് ആണെന്നുള്ളത്. ഇതെന്തായാലും നമ്മളുടെ ബാക്കിയുള്ള മേഖലകളിലേക്കും വ്യാപിപ്പിക്കണം. ശരിക്കും ഈ ഒരു ടെക്നോളജി ഉണ്ടല്ലോ, നമ്മളുടെ നാട്ടിൽ നിന്നുള്ള ഒരു സാറ് തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ്. ആ സാറിന്റെ പേരെങ്ങനെയാണ്? സാറ് മോഹൻ സാറ്, തിരുവനന്തപുരമാണ് സാറ്. ഓക്കെ, ഇപ്പൊ വിളിച്ചത് സാറാണോ? ആ, സാറാണ് വിളിച്ചത്. ഓക്കെ, അവിടെ നിന്ന് കണ്ടിട്ട് വിളിക്കുന്നതാണ്. സാറ് എന്നെ ഒരു സ്റ്റാഫ് പോലെ ആക്കി. ഞാൻ തന്നെയാണ് കൺട്രോൾ. ഞാനും ഹസ്ബൻഡും എല്ലാ കൺട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവർക്ക് അവിടെ ഇരുന്ന് കാണാൻ പറ്റുന്നു. ഇവിടുന്ന് ഫുള്ള് കാണാം. നമ്മൾ നിൽക്കുന്നോ ഷൂട്ട് ചെയ്യുന്നൊക്കെ സാർക്ക് കാണാം. ഫുള്ള് ക്യാമറയാണല്ലോ ഉള്ളത്. ഓക്കെ, എന്തായാലും താങ്ക് യു. അങ്ങനെ നമ്മളുടെ AI ഫെൻസിങ്ങിൻ്റെ കഴിഞ്ഞിട്ട് ഇനിയുണ്ടല്ലോ നമ്മളുടെ പുൽപ്പള്ളി മേഖലയിൽ ഒരു കടുവ ഇറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു. അപ്പോൾ നമുക്കൊരു കടുവയെ പിടിക്കാനുള്ള ഒരു ഓട്ടത്തിലോടാലോ. പ്രകാശേട്ടൻ നേരെ വണ്ടി പുൽപ്പള്ളിയിലേക്ക് പറപ്പിച്ചു. അവിടെ വെച്ച് നമ്മളുടെ കൂടെ ബെന്നിച്ചേട്ടനാണ് പുൽപ്പള്ളിയുടെ വാർത്തകളൊക്കെ പുറത്തോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ബെന്നിച്ചേട്ടനും ചേർന്നു. പുൽപ്പള്ളി ടൗൺ അത്യാവശ്യം വലിയൊരു ടൗണാണ്. അതിനിടയ്ക്ക് സുർജിത്തേട്ടന് മറ്റു വാർത്തകളും വരുന്നുണ്ട്. നമ്മൾ ഓടി പുൽപ്പള്ളി എത്തിയപ്പോഴേക്കും ഉണ്ടല്ലോ കടുവ ഓടി കാട്ടി കയറിയിട്ടുണ്ട്. എന്തായാലും കാട് ഇവിടെ അടുത്താണ്. ഇന്ന് തന്നെ വീണ്ടും തിരിച്ചു വരുമായിരിക്കും. അപ്പം ഇവിടെ ഒരു കൗതുകരമായിട്ടുള്ള മറ്റൊരു കാഴ്ചയുണ്ട്. അപ്പോൾ അങ്ങനെ വന്നതാണ്. നേരെ നമ്മുടെ രാജുചേട്ടൻ്റെ വീട്ടിലേക്കാണ് വന്നത്. രാജുചേട്ടാ, നമസ്കാരം. എന്തായാലും ഇതൊരു അത്ഭുതകരമായ കാഴ്ചയായിപ്പോയി. വയനാട്ടിലെ ഇതുപോലൊരു കാഴ്ച കാണാൻ പറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. എന്തായാലും എന്താണ് അത്ഭുതകരമായ കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫ്രെയിമിലോട്ട് കയറാമോ? ഇത് കണ്ടോ നിങ്ങൾ? നമ്മളുടെ ഈന്തപ്പഴം ഇതാ ഇങ്ങ് വയനാടിൻ്റെ മണ്ണിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഗൾഫിൽ പോകണം. പനയിൽ നിന്നും ഡയറക്റ്റ് ഈന്തപ്പഴം ഇങ്ങനെ പറിച്ചിട്ട്
കഴിക്കണം എന്നുള്ളത്. ഫ്രഷ് ഈന്തപ്പഴം. അതിനിപ്പം അങ്ങ് ഗൾഫിലോട്ടൊന്നും പോകണ്ട, ഇങ്ങ് വയനാട് വന്നാൽ മതി. വയനാട് വന്നതിന് ശേഷം നമ്മൾ ആനയെ കണ്ടു, പുലിനെ കണ്ടു, കടുവയെ കണ്ടു, പെരുമ്പാമ്പിനെ കണ്ടു, ഈന്തപ്പനയെ കണ്ടു, ഈന്തപ്പഴം കഴിച്ചു കേട്ടോ. ഇതിനുള്ളൊരു സ്റ്റോറി നമ്മൾ 24 ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എപ്പോൾ കൊണ്ടുപോയി വെച്ചത്? ഇതിപ്പോൾ 2.5 വർഷമായി. 2.5 വർഷമായി. ഇത് അവിടെ നിന്ന് ഡയറക്റ്റ് പാക്ക് ചെയ്ത് ഇങ്ങനെ കൊണ്ടിരുന്നല്ലേ? എങ്ങനെ ഇത് നടുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ അവർ പ്രത്യേകം പറഞ്ഞ രീതിയിൽ നട്ടത്. ശരിക്കും ഉണ്ടല്ലോ, ഈ ഈന്തപ്പഴം പഴുക്കണമെങ്കിൽ ഭയങ്കര ഒരു മരുഭൂമിയിലെ കാറ്റ് വേണം, ചൂട് വേണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതൊന്നും ഇല്ലാതെ ഇവിടെ ആയിട്ടുണ്ടല്ലോ. ഇവിടെ അത്ര ചൂടൊന്നും ഇല്ലെങ്കിലും അടിയിൽ നല്ല തണുപ്പ് കൊടുക്കണം, മേളിൽ ചൂടും കിട്ടണം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നല്ല വെള്ളം കൊടുക്കണം. നമ്മൾ തണുപ്പ് നല്ല വെള്ളം വേണം. നല്ല തണുപ്പ് വേണം. വൈകുന്നേരം ദിവസം പമ്പ് അടിച്ച് തണുപ്പിക്കും ഞാൻ. അപ്പോൾ പകൽ നല്ല വെയിലും അല്ലേ. ഓക്കെ എന്തായാലും സന്തോഷം കണ്ടതിൽ. അടുത്തതായിട്ടുണ്ടല്ലോ നമ്മൾ വന്നത് കൃപാലയ സ്പെഷ്യൽ സ്കൂൾ, അതായത് നമ്മുടെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളില്ലേ, അവരെ പഠിപ്പിക്കുന്ന ഒരു സ്കൂളിലേക്കാണ്. സിസ്റ്റർമാരാണ് നടത്തുന്നത്. അപ്പം ഇവിടെ ഉണ്ടല്ലോ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം കേട്ടോ. ഇതാണ് കേട്ടോ ഇവിടുത്തെ പ്രത്യേകതയെ. ഇത് കണ്ടോ നിങ്ങൾ, ഇവരുടെ ഒരു ബാൻഡ് സംഘം ഇവിടെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളിലൊക്കെയും പരിപാടികൾ അവതരിപ്പിക്കുന്ന ഒരു ബാൻഡ് സംഘത്തിനെ സിസ്റ്റേഴ്സ് എല്ലാവരും കൂടി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഇവരെ സംബന്ധിച്ച് ഇവരുടെ പഠനത്തോടൊപ്പം ഇവർക്കുണ്ടല്ലോ ഒരു വരുമാന മാർഗം കൂടിയാണ് ഈ ഒരു ബാൻഡ് സംഘം എന്ന് പറയുന്നത്. എന്തായാലും അവരുടെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് കാണാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോറി 24 ന്യൂസ് ചാനലിൽ വരുന്നുണ്ട്. അതിൻ്റെ ഷൂട്ടിനായിട്ടാണ് കേട്ടോ നമ്മളിവിടെ വന്നത്. ശരിക്കും ഇങ്ങനെ ഒരു സ്റ്റോറി വന്നു കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബാക്കിയുള്ള ആളുകൾ അറിയും. അപ്പം ആർക്കെങ്കിലുമൊക്കെ ഇവരെ ഹെൽപ്പ് ചെയ്യണം ആ ഒരു രീതിയിൽ തോന്നുകയാണെങ്കിൽ അവിടെയുള്ളൊരു ഫംഗ്ഷനോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വിളിക്കാനും ഒക്കെ പറ്റും. അങ്ങനെ ജനങ്ങളിലേക്ക് ഇത് കൂടുതൽ എത്തിക്കുക, അതാണ് കേട്ടോ ഇവരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഇവിടെ ഉണ്ടല്ലോ അപ്രതീക്ഷിതമായിട്ട് മറ്റൊരു ചടങ്ങ് കൂടി നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സുർജിത്തേട്ടന് ഏറ്റവും നല്ല വാർത്താ അധിഷ്ഠിത റിപ്പോർട്ടിനുള്ള സംസ്ഥാന തലത്തിലുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ സിസ്റ്റേഴ്സ് എല്ലാവരും കൂടി പൊന്നാട അണിയിക്കലും ആദരിക്കലും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അതൊരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ചടങ്ങായിരുന്നു. അതിനുശേഷം കുട്ടികളോട് 2 വാക്ക് സംസാരിക്കാൻ എന്നോടുകൂടി പറഞ്ഞപ്പോൾ ഞാനും സംസാരിച്ചു. സന്തോഷമാണോ? എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളെയൊക്കെ ഇവിടെ വരാനും കാണാനും ഒക്കെ സാധിച്ചതിൽ. അതിനിടയിൽ ആ ഒരു സംഗീത വിരുന്നും ഒക്കെ വളരെ വളരെ നന്നായിരുന്നു. എന്തായാലും യാത്രകൾക്കിടയിൽ ഇവിടെയും എത്തിച്ചേരാൻ പറ്റിയതൊരു നിയോഗമായിട്ട് ഞാൻ കരുതുന്നു. നിങ്ങളെല്ലാവരും കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഇനി മുമ്പോട്ടേക്കും സിസ്റ്റേഴ്സ് ഒക്കെ പറയുന്നത് കേട്ട് അതുപോലെയൊക്കെ ചെയ്ത് അവരെയൊക്കെ അനുസരിച്ച് നന്നായി പഠിച്ച് മുമ്പോട്ടേക്ക് പോവാം കേട്ടോ. കേട്ടില്ലേ? എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. എല്ലാവരും കേട്ടു എന്ന് ഉറക്കെ പറഞ്ഞേ.
ആ ഒരു കുട്ടിയുണ്ടല്ലോ അപ്പം അവൻ നമുക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഒരു ഡാൻസ് പെർഫോമൻസ് കാണിച്ചു തരാമെന്ന് പറഞ്ഞേ. അപ്പം എന്താ നമ്മൾ ആ ഒരു ഡാൻസ് കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും ഈ കുട്ടികളോടൊപ്പം അവരുടെ ഒരു സന്തോഷത്തിൽ പങ്കുചേരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം എനിക്കും ഉണ്ട് കേട്ടോ. നമ്മൾ കൃത്യസമയത്ത് ഇവിടെ എത്തിയത് കൊണ്ടാണ് നമുക്കിതൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ പറ്റിയത്. വീണ്ടും നമ്മൾ തിരിച്ച് നേരെ കൽപ്പറ്റയിലേക്കാണ് വിട്ടത്. നമ്മളെ വയനാട് വന്നിട്ടുണ്ട്, പിന്നെ കാണാണ്ട് പോകാൻ പറ്റില്ലല്ലോ. എല്ലാവരും ചോദിക്കുന്നു ഫൈസൽ ബ്രോ എവിടെ? വയനാട്ടിലല്ലായിരുന്നു, മണാലിന്നായിരുന്നു കാണുന്നത്. മണാലിയിലായിരുന്നു. ഓക്കെ, ഫൈസൽ ബ്രോ ഇതാ ഇവിടെയുണ്ട്. നമ്മളുടെ മീനുക്കുട്ടീനെ റെഡിയാക്കിയ ഫൈസൽ ബ്രോയുടെ സ്വന്തം ഷോപ്പ് ഔട്ട്ലോയിൽ തന്നെ. ഷോപ്പ് വലുതായില്ലേ? കുറച്ചും കൂടി വലുതായി. കാണിക്കും, കയറ്, നടക്ക്. നമ്മളന്ന് ഇത് പോകുമ്പോൾ ഉണ്ടല്ലോ ചെറുതായിരുന്നു, അന്ന് വർക്ക് കൂടി നടക്കുമായിരുന്നു, ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളിതാ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴത്തേക്കും കട വളർന്നങ്ങടെ വലുതായി. ഇപ്പം ഫുൾ ആക്സസറീസ് ആയല്ലേ? ഇതുണ്ട് നിങ്ങൾ വണ്ടിയുടെ വേണ്ട എല്ലാ സാധനങ്ങളും ഫുള്ള് സെറ്റ് ഇവിടെയുണ്ട്. അതുകൂടാതെ ആക്സസറീസ്, നമ്മളുടെ റൈഡ്, ഒരാൾ ലോങ് റൈഡ് ഇറങ്ങുവാണെങ്കിൽ വേണ്ട സാധനങ്ങൾ എല്ലാം ഫുള്ള് ഇതിവിടെയുണ്ട്. പിന്നെ നമ്മുടെ ബോക്സൊക്കെ കണ്ടില്ലായിരുന്നോ? ബോക്സിൻ്റെ കളക്ഷൻസ് ഇതാ ഇതുപോലെ ഞാൻ അന്ന് സെലക്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. അപ്പം ബോക്സുകൾ, അതുപോലെ ഫോഗ് ലാമ്പ്, ലൈറ്റ്, അതുപോലെ തന്നെ നമ്മളുടെ ടാങ്കിൻ്റെ വേണ്ടിയിട്ടുള്ള ടാങ്ക് ബാഗ്സ്, അതുപോലെ തന്നെ നമ്മളുടെ സാഡിൽ ബാഗ്, അങ്ങനെ പറഞ്ഞ് എല്ലാത്തര സാധനങ്ങളും വിത്ത് സർവീസ്. നിങ്ങൾക്ക് വേറെ ഇതും കൂടി എന്തായി മറ്റേത് ഇത് വർക്ക്ഷോപ്പ് കൂടി എക്സ്ട്രാ തുടങ്ങുന്നു എന്ന് പറഞ്ഞത്? വർക്ക്ഷോപ്പ് ഉണ്ട്, ചെറിയ വർക്കുകളൊക്കെ എടുക്കുന്നുണ്ട്. ചെയ്തു തുടങ്ങി. വർക്കും കാര്യങ്ങളൊക്കെ കാര്യമായിട്ടുള്ള വർക്ക് ഇപ്പോൾ തുടങ്ങിയിട്ടില്ല. ബാക്കി എല്ലാവർക്കും റണ്ണിങ്, റിപ്പയർ, പിന്നെ ഇവിടെ ഉള്ള സാധനങ്ങൾ മോസ്റ്റ്ലി ഫിറ്റിങ്സ് എല്ലാം ഇവിടെ തന്നെ ഫ്രീ ആയിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ വരുന്ന വർക്ക്ഷോപ്പ് ബാക്ക് സൈഡിലെ. അപ്പോൾ വണ്ടിയുടെ പണികൾ, അത് നിങ്ങളൊരു റൈഡ് ഇറങ്ങാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്, നേരെ വിളിക്കുക വരിക. ബാക്കി എന്തൊക്കെ വേണം, എന്തൊക്കെയാണ്, എങ്ങോട്ടൊക്കെയാണ്, റൂട്ടടക്കം, വണ്ടി വേണത് റൂട്ടടക്കം പ്ലാൻ ചെയ്ത് കൊടുക്കും. കാരണം അത്ര വട്ടം കറങ്ങിയ ആളുകളാണ് ഇവിടെ ഉള്ളവരൊക്കെ. പിന്നെ സുധിയൊക്കെ ഉണ്ടല്ലോ. വാ, എന്തായാലും കൊള്ളാം. ഞങ്ങൾ ആക്ച്വലി സുർജിത്തേട്ടൻ്റെ ബുള്ളറ്റ് കൂടി ഉണ്ടായിരുന്നു, അപ്പം അതൊന്ന് പണിയാൻ വേണ്ടി കൊടുക്കാൻ കൂടി വന്നതാണ്. ഫൈസൽ ബ്രോൻ്റെ അടുത്തുനിന്ന് നമ്മളുടെ ബൈക്കും വാങ്ങിയിട്ട് നേരെ ഇവിടെ ഒരു ഉത്സവം നടക്കുന്നുണ്ട്. ഉത്സവ പറമ്പിലോട്ട് വന്നു. വയനാട് വന്ന സ്ഥിതിക്ക് എന്തായാലും നാട്ടിലൊക്കെ കുറേ നാളിന് ശേഷം വന്നതല്ലേ, ഒരു ഉത്സവമൊക്കെ കണ്ടു കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നതാണ് കേട്ടോ. സ്റ്റേജിൽ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ വരെ എത്തിയപ്പോൾ ഉണ്ടല്ലോ സുർജിത്തേട്ടനൊരു ആഗ്രഹം, ജയന്റ് വീലിൽ കയറണം, ഒന്ന് തരക്കണം. ഇതേ അവസ്ഥ തിരിച്ചിറങ്ങുമ്പോൾ കാണണം കേട്ടോ. നമ്മൾ ബംഗാളിൽ വെച്ചാണ് അവസാനമായിട്ട് ജയന്റ് വീലിൽ കയറിയിട്ടുള്ളത്. മാരിയമ്മൻ കോവില് ജയിന്റ് വീലിന്റെ മുകളിലാണ്. ജീവൻ ഉണ്ടെങ്കിൽ കാണാം. എന്തായാലും നമ്മളിതിന്റെ പൊക്കത്ത് കൊണ്ട് കയറ്റിയിട്ട് നിർത്തിയിട്ടുണ്ട്. ആളെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശ്രദ്ധിച്ചേട്ടാ, ഈ അടുത്തെങ്ങാണ്ട് ഇങ്ങനെ ഒരു സാധനം പൊട്ടി വീണ് ഒരു ന്യൂസ് കണ്ടില്ലായിരുന്നോ? ന്യൂസുകളെ കുറിച്ച് ഓർമ്മിക്കാറില്ല. എന്തായാലും ബ്രേക്ക് അടിച്ചിട്ടോളം പറ, ഡെസ്കിൽ വിളിച്ചിട്ട് ഒരു ലൈവ് വാനൊക്കെ വരും കേട്ടോ ഇപ്പൊ. ഓക്കെ, ഇങ്ങനെയല്ല ആഗ്രഹം തീരുക അല്ലേ? ഇവിടെ നിൽക്കുമ്പോൾ നല്ല അമ്പലപ്പറമ്പിന്റെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. കുറേ അധികം നേരം നമ്മൾ ആ ഒരു ഉത്സവപ്പറമ്പിൽ കറങ്ങി നടന്നു. ഇനിയിപ്പോൾ തിരിച്ച് ഓഫീസിലേക്കാണ്. നാളെ അതിരാവിലെ നമുക്ക് വീണ്ടും യാത്ര തുടങ്ങണം ചൂരൽമലയുടെ മണ്ണിലേക്ക്. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ.